ഇന്നത്തെ എപ്പിസോഡിൽ നവ്യനെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം നവ്യോട് പറയാണ്, മോളെ നിനക്ക് ഇനി എന്തെങ്കിലും കഴിക്കാൻ തോന്നുകയാണെങ്കിൽ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്നേരാം എന്നൊക്കെ തന്നെ പറയും കേട്ടോ. അപ്പോൾ തന്നെ നവ്യയുടെ അച്ഛൻ പറയും, അതൊന്നും വേണ്ട മോനെ, ഇപ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കുന്നത് നല്ലതല്ല പറയും. അപ്പോൾ ഇടയ്ക്കൊക്കെ ആഗ്രഹമുള്ളതൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ അച്ഛൻ അമ്മോട് പറയണം അവളെ നന്നായി നോക്കണം എന്ന്, ഡേറ്റൊക്കെ അടുത്ത് തുടങ്ങിയില്ലേ, ടെൻഷനാണ് എന്നൊക്കെ പറയും. അതിപ്പോൾ മോനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞങ്ങൾ എന്തായാലും നന്നായി നോക്കും എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അങ്ങനെ അബി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പോകാൻ നിൽക്കുന്ന സമയത്തൊരു കോൾ വരും കേട്ടോ. അപ്പോൾ അത് അനഘയാവും. അപ്പോൾ അനഘ വന്നിട്ട് വേഗം കാണണമെന്ന് പറയുമ്പോൾ അതേ വരുന്നു എന്ന് പറയും കേട്ടോ. എന്നിട്ട് നവ്യോട് പറയും, ഓഫീസിൽ നിന്ന് കോൾ വന്നതാണെന്ന് ഇങ്ങനെ പറയും. അപ്പം നവ്യ ചോദിക്കും, അങ്ങനെ കോൾ വന്നിട്ടുണ്ടെങ്കിൽ തിരക്കുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ നിൽക്കണമെങ്കിൽ അതൊരു പ്രശ്നമാവുമോ ചോദിക്കുമ്പോൾ, ഇവിടേക്കാണ് വന്നതെന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ എന്നെ ചീത്ത പറയൊന്നുമില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ അബി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എന്നിട്ട് അനഘയുടെ അടുത്ത് പോയിട്ട് എന്തിനാണ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചേ ചോദിക്കും. അപ്പോൾ അനഘ പറയും, ഇന്ന് പാർക്കിൽ നിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി ആരാ ചോദിക്കുമ്പോൾ, അതൊക്കെ ഞാൻ നിന്നോട് പറയാം, അതൊക്കെ സമയമാകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. നീ ഇനി ഒന്നും പറയണ്ട, എനിക്കറിയാം, അത് നവ്യ നിൻ്റെ ഭാര്യ, അവൾക്കൊരു അനിയത്തിയുണ്ട് നയന എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഇത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് വിഷമാവുക വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ, എനിക്കെന്തിനാടെ വിഷമം, എൻ്റെ ഡേറ്റൊക്കെ ഞാൻ മുന്നേ തീരുമാനിച്ചതാണ്, ഞാൻ 2 ദിവസത്തിനുള്ളിൽ മരിച്ചു പോകും, പിന്നെ നീ എനിക്ക് എൻ്റെ മകളുടെ കാര്യം സേഫ് ആക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും. അതിനുശേഷം ഇവിടുന്ന് പോയതിന് ശേഷം അനഘ വീട്ടിൽ ചെന്നിട്ട് കുട്ടിക്കുള്ള കളിപ്പാട്ടൊക്കെ കൊടുത്തതിന് ശേഷം മുത്തശ്ശനെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, നിങ്ങളുടെ കൊച്ചുമകൻ്റെ മകളാണ് എൻ്റെ മകള്, നിങ്ങളവരെ ഏറ്റെടുക്കണം, എൻ്റെ മോളേനെ ഏറ്റെടുക്കണം, അത് നിങ്ങളുടെ കൊച്ചുമകൻ്റെ മകളാണ് എന്നൊക്കെ തന്നെ പറയും കേട്ടോ. എന്നിട്ട് ആ മുത്തശ്ശൻ വേഗം തന്നെ ആദർശിനൊക്കെ വിളിപ്പിക്കുകയാണ് വീട്ടിലേക്ക്. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.